ഓം ശാന്തി. സത്യതയുടെ ഗുണവും പവിത്രതയുടെ ശക്തിയും. ഇതിനാൽ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും സമ്പന്നമാകണം. സത്യത എന്നത് കേവലം വാക്കുകളല്ല, പകരം സമ്പൂർണമായ നമ്മുടെ ജീവിത വ്യവഹാരത്തിലും വിചാരത്തിലും കാഴ്ചപ്പാടിലും ഭാവനയിലും പ്രകടമാകേണ്ടുന്ന ഒന്നാണ്. എപ്പോഴാണോ നമ്മൾ ഏതൊരു ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വയം ആത്മാവിനെ കുറിച്ചുള്ള അതിൻ്റെ വാസ്തവികമായ പരിചയം നമുക്കുണ്ടാകുന്നത്, അതനുസരിച്ച് തന്നെ നമ്മുടെ ആചരണവും ഉണ്ടാവും. അത് എന്നെക്കുറിച്ച് ഞാനെന്ത് വിചാരിക്കുന്നോ, എന്നെക്കുറിച്ച് ഞാനെന്ത് മനസ്സിലാക്കുന്നോ, അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വയം ഉണർവിലൂടെ, സ്വയം തിരിച്ചറിവിലൂടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സത്യതയും പവിത്രതയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ആത്മാവ് ഇത് മനസ്സിലാക്കുകയാണ്, ഒരാൾ തിരിച്ചറിയുകയാണ്, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ആത്മാവായ ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ്. ഈ തിരിച്ചറിവ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പെരുമാറ്റം ശാന്തവും മധുരവും ശുദ്ധവുമായി തീരും. അത് ഒരു തരത്തിലുള്ള കപടതയോ അസത്യമോ ഒന്നും ഉണ്ടാകില്ല. എന്തുകൊണ്ട്? ഞാൻ ആത്മാവാണെന്നുള്ള സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതമാകുമ്പോൾ ആത്മീയ ഗുണങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ആചരണത്തിൽ വരിക തന്നെ ചെയ്യും. നമ്മൾക്ക് മമ്മയെ നോക്കുക. മമ്മ തൻ്റെ സത്യസ്വരൂപത്തിൽ സദായിരിക്കും. താൻ ആരെന്നുള്ള യഥാർത്ഥ ബോധത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ മമ്മ പവിത്രതയുടെ ദേവിയായിട്ട് മാറി. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം മമ്മ എന്നും നമ്മുടെ മുമ്പിൽ ആദർശമൂർത്തിയാണ്, ഒരു ആദർശനീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്തുകൊണ്ട് അങ്ങനെയായി? മമ്മ എപ്പോഴും സ്വയം ഇങ്ങനെ തന്നെ വിചാരിച്ചു, ഞാൻ ആത്മാവാണ്. ആ ആത്മാവിന്റെ സ്വരൂപത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ സത്യത പവിത്രത ഇതുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോയി. ജീവിതത്തിൽ ഇതിനെ പൂർണ്ണമായിട്ടും ധാരണ കൊണ്ടുവന്നു. അതിന്റെ പരിണാമം എന്താണ്? മമ്മ പവിത്രതയുടെ മൂർത്തിയായിട്ട് മാറി. അതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്പൂർണ്ണ പവിത്രമായ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, സങ്കല്പങ്ങളെ പവിത്രമാക്കി മാറ്റുകയാണെങ്കിൽ, അങ്ങനെയുള്ള നമ്മുടെ മുന്നിലേക്ക് നകാരാത്മകമായ നെഗറ്റീവ് വൈബ്രേഷനുള്ള ഏതൊരു വ്യക്തി വന്നാൽ പോലും അവരുടെ മനസ്സിലെ അശുദ്ധ വിചാരങ്ങൾ മാറി അവരുടെ മനസ്സിനെയും സ്വാധീനിക്കാൻ നമ്മുടെ ശക്തിക്ക് സാധിക്കും. നമുക്ക് മമ്മയുടെ മുമ്പിൽ നെഗറ്റീവ് തോട്ട്സിൽ ആർക്കും നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. മമ്മയുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ അവരുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അതുകൊണ്ടാണ് പറയുന്നത്, അവരുടെ മുമ്പിൽ ഒരിക്കലും അപവിത്ര ആത്മാക്കൾക്ക് നിൽക്കാനാവില്ല. കാരണം എവിടെയാണോ ആത്മാവ് പവിത്രത സത്യത ഇത്രയധികം സശക്തമാക്കി വെച്ചിരിക്കുന്നത്, ആ പവർ നിറച്ചിരിക്കുന്നത്, അവരുടെ സാഹചര്യത്തിൽ അല്ല അന്തരീക്ഷത്തിൽ സമീപത്തിൽ ഒരു തരത്തിലുള്ള നകാരാത്മകതകൾക്കും നിലനിൽക്കാനാവില്ല. കാരണം ആത്മാവ് അത്രയധികം ഉയർന്ന ശക്തിയുടെ സ്രോതസ്സായി മാറുകയാണ്. ആ ശക്തിശാലി വ്യക്തിത്വത്തിന്റെ സമീപത്തിലേക്ക് ഒരു തരത്തിലുള്ള അശുദ്ധതയും വരില്ല. ഇൻ കേസ് വന്നാൽ തന്നെ അതും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്കറിയാം, നല്ല തീവ്രമായ വെളിച്ചമുള്ള സമയത്ത് അവിടേക്ക് അന്ധകാരം വരാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും. നല്ല പ്രകാശമാണ്. ആ പ്രകാശം ഉള്ളിടത്തോളം സമയം അവിടെ ഒരിക്കലും ഇരുട്ട് വരില്ല. അതുപോലെയാണ് നമ്മൾ ആത്മാക്കൾ സത്യം പവിത്രത ഈ ഗുണത്തിന്റെ തീവ്രതയിലിരിക്കൂ, ആ സ്ഥലത്തേക്ക് കാമം ക്രോധം ലോഭം മോഹം പോലുള്ള വികാരങ്ങൾ ഇരുട്ടിനെ കടന്നു വരാൻ സാധിക്കില്ല. ഇൻ വന്നാൽ തന്നെ അതൊക്കെ അതോടുകൂടി സമാപ്തമാവുകയും ചെയ്യും. ആരുടെ ദൃഷ്ടിയിലാണോ പവിത്രത എന്ന ശക്തി ഉണ്ടായിരുന്നത്, അവർക്ക് തീർച്ചയായിട്ടും അശുദ്ധ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് ദൃഷ്ടിയിൽ പവിത്രത എന്ന് പറയുമ്പോൾ കേവലം കണ്ണുകൊണ്ട് നോക്കുന്ന കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കണ്ണുകൊണ്ട് ഞാനൊന്നിനെ നോക്കുമ്പോൾ അതിൻ്റെ പിന്നെ എൻ്റെ ഭാവന, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ സങ്കല്പത്തിന്റെ ശക്തി അതെല്ലാം അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്, അന്തർലീനമാണ്. അതുകൊണ്ട് എപ്പോൾ നമ്മളെല്ലാവരും ആത്മാവിന്റെ ദൃഷ്ടിയെ പവിത്രവും ആത്മീകവുമാക്കി മാറ്റുന്നോ, അത് മറ്റുള്ളവരുടെ സങ്കല്പത്തെയും ശുദ്ധമാക്കുന്നു. കാരണം നമുക്ക് നമ്മുടെ ദൃഷ്ടിയിലൂടെ സങ്കല്പത്തെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ ഒരു ഗുണം എന്താണ്? ദൃഷ്ടി കൊടുക്കുന്നതിലൂടെ മുൻപിൽ നിൽക്കുന്ന ഒരു ആത്മാവിന്റെ അശുദ്ധ സങ്കല്പങ്ങളെ പോലും പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട്
നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും പ്രകാരത്തിലുള്ള നകാരാത്മക പ്രവണതകൾ ചിന്തിച്ചു കൊണ്ടിരുന്നോട്ടെ, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മുടെ അരികിലേക്ക് അവർ വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും സ്നേഹം, പവിത്രത, ആത്മീക ഭാവന, ഇതിലൂടെ നമ്മൾ അവരെ നോക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച്, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പതുക്കെ പതുക്കെ അവരിലുള്ള നകാരാത്മക ശക്തികൾ അല്ലെങ്കിൽ നകാരാത്മകമായി ചിന്തിക്കാനുള്ള പ്രവണതകൾ കുറയാൻ ആരംഭിക്കും. ഇതുതന്നെയാണ് ദൃഷ്ടിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ സത്യസ്വരൂപത്തിൽ, അതായത് ആത്മീക സ്വരൂപത്തിൽ ഇരിക്കൂ, അതിനുള്ള അഭ്യാസം ചെയ്യൂ. നമ്മൾ ഈ അഭ്യാസം വളരെയധികം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ശരീരമല്ല, പേരല്ല, അല്ലെ? ശരീരം, പേര്, രൂപം, സംബന്ധം, ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അനുഭൂതി നമ്മളിപ്പോൾ ചെയ്യണം. ഈ സ്ഥിതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ സരളമാണ്, സ്വാഭാവികമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീക സ്ഥിതിയും. നമ്മൾ എപ്പോഴും ഒരു ദിവസം മുഴുവനും ആന്തരികമായി ദർശിച്ചു കൊണ്ടിരിക്കൂ. സ്വയം ശ്രദ്ധിക്കൂ, ഞാൻ ആത്മാവാണ്, ഈ ശരീരം എൻ്റെ വസ്ത്രമാണ്, ഞാൻ ശാന്ത സ്വരൂപാത്മാവാണ്, ഞാൻ ശുദ്ധ സ്വരൂപനാണ്, ഞാൻ പ്രേമസ്വരൂപമാണ്. ഇങ്ങനെയുള്ള നിരന്തരമായി വിചാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഴുവൻ ശക്തിയും, നമ്മുടെ ആന്തരിക സ്ഥിതി ഉയരുകയും ശക്തികൾ വർദ്ധിക്കുകയും ചെയ്യും. മറ്റൊരു വിഷയം എന്താണ്? നമ്മളൊരു ആത്മാവിനെ, അല്ലെ, ഒരു വ്യക്തിയെ നമ്മൾ നോക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ആത്മീക അഭിമാനി സ്ഥിതി ഉണ്ടാവും. ഞാൻ എന്നെ കാണുന്ന ആത്മാവായിട്ടായതുകൊണ്ട് ആ കണ്ണാടി കൊണ്ട് ആ കണ്ണാടിയിൽ ഞാൻ മുഖം നോക്കുന്നത് കൊണ്ട് ആ കണ്ണട കൊണ്ട് എനിക്ക് മറ്റുള്ളവരെയും കാണാൻ സാധിക്കും. ഇതുപോലെ ഞാൻ എന്നെ കാണുന്നു, അതുപോലെ ഞാൻ മറ്റുള്ളവരെയും കാണും. അപ്പോൾ എന്താണ്? അവരുമായുള്ള ഇന്ററാക്ഷനിൽ, വ്യവഹാരത്തിൽ സ്വാഭാവികമായും വിനയം വരും, അവരോട് കരുണയുണ്ടാകും, ശുദ്ധത വരും, സ്നേഹം വരും. അതുകൊണ്ട് പുറമേ കാണിക്കുന്നൊരു പൊങ്ങച്ചമല്ല അത്, പ്രകടിപ്പിക്കുന്ന ഒരു ഭാവമല്ല അത്, സഹജമായി ഉള്ളിൽ നിന്ന് വരുന്നൊരു ഭാവമാണത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ്. ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇവർ അജ്ഞാനിയാണ്, ഇവർ കൊളരാത്തവരാണ്, ഇവർ നന്നാവില്ല, ഈ ദൃഷ്ടിയോടുകൂടി നോക്കാതെ, അങ്ങനെ നമ്മുടെ മുന്നിൽ ചിന്ത വന്നാലോ നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ട് നമ്മുടെ സ്ഥിതിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ മറ്റുള്ളവർ എങ്ങനെയാണോ അവരെ അതുപോലെ നോക്കാതെ, അവരെക്കുറിച്ച് ഞാൻ എന്താണോ വിചാരിക്കുന്നത് ആ രീതിയിൽ നോക്കൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് അവരെ പ്രതി ഈർഷ്യ, വെറുപ്പ്, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള നകാരാത്മക ഭാവനകളോ ഭാവങ്ങളോ വരികയില്ല. മാത്രമല്ല, നമ്മുടെ ഭാവനയെ ശ്രേഷ്ഠമാക്കാനും ശുദ്ധമാക്കാനും ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കാം. അപ്പൊ ശരിക്കും ആത്മീക ശക്തിയുടെ പ്രാക്ടിക്കലാണ് ഇവിടെ പറഞ്ഞു വന്നത്. എന്താണ് ആത്മീക ശക്തി? സത്യത പ്ലസ് പവിത്രത. സത്യതയും പവിത്രതയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് യഥാർത്ഥ ആത്മീക ശക്തി. ഈ ശക്തി കേവലം ശബ്ദത്തിലൂടെയല്ല, പിന്നെയോ അനുഭവത്തിലൂടെയും അഭ്യാസത്തിലൂടെയുമാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. മമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ ഒരു സാധനയാണ് മമ്മയെ മമ്മയാക്കി മാറ്റിയത്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റിയത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമ്മളുടെ പ്രാക്ടീസ്, ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ എന്ത് പ്രാക്ടീസാണ് ചെയ്യേണ്ടത്, മമ്മയുടെ വിശേഷത എന്താണ്, നമ്മളെ സംബന്ധിച്ചോളം ഈ ദിവസം നമുക്കൊരു സാധനയുടെ ദിവസം കൂടിയാണ്. ഓം ശാന്തി.